ഹായ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോതണം സൈഡിലാണ്. കോതണം സൈഡിൽ നമ്മൾ കമ്പിപ്പണി കഴിഞ്ഞിട്ട് നാളെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ തട്ടിൻ്റെ മുകളിൽ കിടക്കണം, നാളെ താഴേക്ക് നോക്കണം. അപ്പോൾ നമ്മുടെ സൈറ്റ് ഉണ്ടല്ലോ ഏകദേശം ഇങ്ങോട്ട് വയ്ക്കാം. ഇത് നമ്മൾ കമ്പി മൊത്തം പണിതു, സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ ഈ കമ്പി പണിയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കാലിവറയ്ക്കും 8 ഇഞ്ചിൻ്റെ അടിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ബീമും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിലേക്ക് അങ്ങനെ ഓവറായിട്ടുള്ള കമ്പിയും കാര്യങ്ങളൊന്നും അവർ കയറ്റുന്നില്ല എന്ന് തന്നെയല്ല. നമ്മുടെ പില്ലർ നമുക്ക് 550 അകലവും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിന് അത്യാവശ്യത്തിന് കമ്പിക്കും ഒരു 2 നില വരെ കംപ്ലീറ്റ് 16 പിന്നെ 2 അടുപ്പിച്ചുള്ള റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടിയാണ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ചെയ്തതിൽ പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ തട്ടയിൽ കമ്പി കിട്ടുന്നത് കംപ്ലീറ്റും കട്ടിങ് റാങ്ങിൽ കൊടുത്തിട്ട് അവർ 20ൻ്റെ കമ്പി ഒരു 4 കമ്പിയാണ് ഇട്ടിട്ടുള്ളൂ. അതും മെയിൻ ലോഡേക്കടെയാണ് അവർ കട്ടിങ് റാങ്ക് കൊടുത്തിട്ടുള്ളൂ. ആ കട്ടിങ് റാങ്ക് വന്ന ലോഡുകളാണ് നമ്മൾ ഇതുണ്ട്. ഇത് സ്പാൻ കുറവായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് അവർ ലോഡ് ചെയ്തിട്ടില്ല, ഇവിടുന്ന് തൊട്ട് അപ്പുറത്തേക്ക് ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ എസ്കബാറിട്ടാണ്, ഇതാണ് എസ്കബാറിട്ടാണ്. നമ്മൾ സൈഡിലേക്ക് നോക്കിയാൽ നോക്കണം. ഇതിൻ്റെ അകത്ത് ഈ സൈഡിൽ അവർ 16ൻ്റെ എസ്കബാറിട്ടാണ്, ബാക്കി സെൻറ്ററിൽ മാത്രമാണ് 20ൻ്റെ എസ്കബാറിട്ടുള്ളത്. ഇത് മൊത്തം എസ്കബാറും കാര്യങ്ങളൊക്കെ ചെയ്യണം. ടോട്ടൽ ഒരു 4 എസ്കബാർ കട്ടിങ് റാങ്ക് ഉൾപ്പെടെ 6 കമ്പിയാണ് വരുന്നത്. അല്ലാതെ ഫുൾ ലെങ്ത് കമ്പി 4 ഫുള്ള് പോകുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ പ്ലാനും കാര്യങ്ങൾ. പിന്നെ അത് തന്നെയല്ല തട്ട കെട്ടുന്നത് അവർ ഏകദേശം 5 ഭാഗിച്ചിട്ടും അത് തന്നെയല്ല പുറത്തേക്ക് തള്ള് വരുന്ന ഏരിയ സെപ്പറേറ്റ് വന്നുകൊടുത്ത് മറ്റേ ടാങ്ക് ചെയ്തത് ഒരുപാട് അകലെ മുന്നോട്ട് ഇടാതെ പോകാൻ നമുക്ക് മനസ്സിലാവും. നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് നോക്കും, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഉള്ളിലേക്ക് വന്നതോറും ലെങ്ത്ത് കൂട്ടി അങ്ങനെയാണ് ഇതിൻ്റെ ടാങ്ങാക്കുന്നത്. ബോത്തയുടെ രീതിയും അതുപോലെ തന്നെ ഇതിനൊക്കെയും സെപ്പറേറ്റ് അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഒരു 72 ഇട്ടിട്ട് അങ്ങോട്ടും 72 ഇട്ടിട്ട് ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. അത് പുറത്തോട് കുറേ, അപ്പോൾ ഉള്ളിൽ 55 അങ്ങനെയൊക്കെ വരും. അങ്ങനെയാണ് മിക്ക ഇതും ചെയ്തത് കേട്ടോ. അത് തന്നെയല്ല ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരെ സ്റ്റേറ്റ് ഗാർഡ് ഇടുന്നത് ഒരു 18 സെൻറ്റിമീറ്റർ ആകണം. മറ്റേ ഡിസ്ട്രിബ്യൂട്ടറിന് കംപ്ലീറ്റ് 20 സെൻറ്റിമീറ്റർ ആകാനാണ് കൊടുക്കണം. പിന്നെ അത് ബോത്ത് വെച്ച് തരണം, അങ്ങനെയാണ്. പിന്നെ സംഗതി സ്ലാവയ്ക്കും ഡബിൾ നെറ്റ്വർക്കിയുള്ള പരിപാടികളുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ സ്ട്രക്ചർ എഞ്ചിനീയർമാരുടെ ഒരു രീതി കാര്യങ്ങൾ. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും ഇച്ചിരി അകലം അടുത്തടുത്തിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് തന്നെയാണ് നമ്മൾ ഇച്ചിരി കമ്പി കൂടുതലാനൊക്കെ നോക്കണം ഒരു രീതിയാണ്. പക്ഷേ അവർ സ്ട്രക്ചർ എഞ്ചിനീയർ ഇത് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ മുകളിലേക്ക് പില്ലറയിൽ മാക്സിമം കമ്പി അധികം കയറ്റിയിട്ട് ഉണ്ടോ. പില്ലറയിൽ കമ്പി വെക്കണം. ഈ പില്ലറിൻ്റെ നിങ്ങൾ നോക്കി 1 2 3 3 3 6 പിന്നെ നടുക്ക് വേറെ 4 10 കമ്പി. മെയിൻ ബീമിൻ്റെ അത് 12 കമ്പി ഇട്ടുണ്ട് 3 നാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ അത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യണതനുസരിച്ച് ലോഡ് പിടിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ബീമുകളൊക്കെ വീതി 30 സെൻറ്റിമീറ്ററാണ്. എന്നാൽ ഇതിന് താഴ്ചയില്ലാതാണ്. നോക്കും, ഇവിടുന്ന് തൊട്ട് 550 ലെങ്ത്തിൽ നമുക്ക് മൊത്തത്തിൽ തട്ട് ഉൾപ്പെടെ 45 ഉള്ളൂ. മറ്റേ ബീമിൻ്റെ വീതി മാത്രമാണ് 30 സെൻറ്റിമീറ്റർ വരുന്നത്. അപ്പോൾ പില്ലർ നമുക്ക് വന്നത് 50-30 വരിക. പില്ലറയിലാണ് ലോഡ് വരുന്നത്. പില്ലറയിലാണ് മെയിൻ ലോഡ് എല്ലാം കൊടുത്താണ്. ഈ സ്ട്രക്ചർ എഞ്ചിനീയറാണ് ഇതിൻ്റെ മൊത്തം ഇട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് തട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും മാക്സിമം കമ്പി കുറയുകയാണ്. തട്ടയിലൊന്നും നമുക്ക് അങ്ങനെ ഓവർ കമ്പികളൊന്നും കയറാം. അത് ഇതിന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വാർത്ത കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ അടുത്ത് വാർക്കാൻ പോകണേ. നാളത്താനാണ് വ്യാഴാഴ്ചയാണ് നമ്മൾ വാർക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഫുള്ളും നടന്ന് ഞാൻ ഫുള്ള് ലോഡ് ചെയ്തിട്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള കുലുക്കോ ഫീലോ ഒന്നും ചെയ്യല്ല. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നമുക്ക് ഉണ്ടോ ഒരു എന്തെങ്കിലും ഇത് വരുന്നത് നമുക്കൊരു ഇത് നോക്കൂലേ. പറഞ്ഞ ഞാൻ ഇവിടെ ഇത്രയൊന്നും തുള്ളോ നിങ്ങൾ നോക്ക് ഉണ്ടോ. അതാണ് ഇത് യാതൊരു വിധത്തിലുള്ള എവിടെ ഇത് ചെയ്താലും. കാരണം ഇതിൻ്റെ മെയിൻ സെൻറ്ററായി ഇപ്പോൾ ഞാൻ പറഞ്ഞത് നോക്കി സെൻറ്റർ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ പില്ലറിൽ ആണ്ട. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു തളർച്ചയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീലാവുന്നില്ല. അങ്ങനെ ഇല്ല. കാരണം
അത് അവരുടെ കമ്പി എണ്ണം കുറവാണ് എന്നുള്ളതല്ല, ആ സ്ട്രക്ചർ എഞ്ചിനീയർമാർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അത് അവരാ ചെയ്യുന്നത് കറക്റ്റ് ഇതാണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കമ്പിയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് കറക്റ്റ് പോയിൻ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയാണ് ഇത് വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ, സീ യു.